ഒന്ന്, ഈ ലോകത്ത് ഇന്ന് ഈ ഉക്രൈൻ പ്രശ്നം പരിഹരിക്കുന്നതിന് മധ്യസ്ഥത വഹിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഇന്ത്യയാണ് എന്നുള്ളതാണ്. ചൈന അത്രത്തോളം സ്വീകാര്യമല്ല എന്നുള്ളതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്ന അതേ സമയം റഷ്യ ഉക്രൈനിലേക്കുള്ള ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഇന്നൊരു പക്ഷേ നമ്മൾ പരിശോധിച്ചാൽ റഷ്യയിലെ കുട്ടികളുടെ ആശുപത്രി, അവിടെ റഷ്യയിലെ അല്ല ഉക്രൈനിലെ കുട്ടികളുടെ ആശുപത്രിയിൽ റഷ്യ ബോംബിടുകയും മിസൈൽ ആക്രമണം നടത്തുകയും അത് അവിടെ ഏതാണ്ട് 37ലധികം ആൾക്കാർ മരിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ എടുക്കുന്ന നിലപാട് എത്രത്തോളം സിൻസിയർ ആണ് എന്നുള്ളത്, എത്രത്തോളം സത്യസന്ധമാണ് എന്നുള്ളത് മറ്റുള്ള രാജ്യങ്ങൾ നോക്കുന്നു എന്നുള്ളതാണ്. നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന സന്ദർശനമാണ് റഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്രയും സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ റഷ്യൻ സന്ദർശനം നടത്തിയിരിക്കുന്നു? എന്തായിരിക്കും അതിന് പിന്നിലെ ഉദ്ദേശം? എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഈ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം തിരികെ ഇന്ത്യയിലെത്തുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്? ആഗോള തലത്തിൽ റഷ്യ ഉക്രൈൻ സംഘർഷം കൂടി നടക്കുന്ന ഘട്ടത്തിൽ, ഏറെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വേളയിൽ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കാനായി ഇന്ത്യക്ക് ഇതിലൂടെ സാധിക്കുമോ? പലതരത്തിലുള്ള സംശയങ്ങളും ആശങ്കകളും അഭ്യൂഹങ്ങളും തന്നെയാണ് ഇവിടെ ഉയർന്നു കേൾക്കുന്നത്. ഇതേക്കുറിച്ച് നമ്മോടൊപ്പം ചർച്ച ചെയ്യുകയാണ് രാഷ്ട്രതന്ത്ര വിദഗ്ധൻ ഡോക്ടർ അനിൽകുമാർ. സ്വാഗതം. നമസ്കാരം. എന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാമതും അധികാരം ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ മോസ്കോയിലേക്ക് തന്നെ യാത്ര തിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം? ഒരുപക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങൾ പരിശോധിച്ചാൽ അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധം ഇന്ത്യ ചരിത്രത്തിൽ തന്നെ അത് റഷ്യ ഇന്ത്യ ബന്ധമാണ്, പഴയ സോവിയറ്റ് യൂണിയനുമായുള്ള ബന്ധമാണ്. എന്നാൽ ഇപ്പോൾ അതിന് ഒട്ടേറെ പ്രാധാന്യങ്ങളുണ്ട് ഇപ്പോൾ നടന്നത്. കാരണം ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ റഷ്യ സന്ദർശിക്കുക, അവിടുത്തെ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുക എന്ന് പറയുന്നത് പണ്ട് അത്ര വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. കാരണം വളരെ തിക്കായിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ കെട്ടുറപ്പുള്ള, ദൃഢതയുള്ള ഒരു ബന്ധമാണ്, വിശ്വസിക്കാനാവുന്ന സുഹൃത്താണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ. എന്നാൽ ഇപ്പോൾ ഇതിന് കൈവരുന്ന ഒരു മാനം വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. കാരണം ഇന്ത്യ ഏതാണ്ട് 90കൾക്ക് ശേഷം, ശീതസമരത്തിന് ശേഷം പാശ്ചാത്യ ശക്തികളോട് അടുക്കുന്നു. അതേസമയം തന്നെ ലോകം വലിയ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സന്ദർശനം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ റഷ്യ ആണവായുധം വരെ ഉപയോഗിച്ചേക്കാം ഉക്രൈനെതിരെ എന്ന് വരെ കണക്ക് കൂട്ടിയിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അത് ഏതാണ്ട് ഏറെക്കുറെ അവിടെ നിന്നുള്ള സോഴ്സുകൾ നൽകുന്ന വിവരങ്ങൾ ശരിയുമാണ്. കാരണം ഏതാണ്ട് 156 രാജ്യങ്ങളിലധികം രാജ്യങ്ങൾ ഒത്തുചേർന്നാണ് ഉക്രൈനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ സംഭവത്തെ. കാരണം പരോക്ഷമായി ഉക്രൈന് സഹായം ലഭിക്കുന്നു. പ്രത്യക്ഷത്തിൽ പറഞ്ഞാൽ റഷ്യയും 56 രാജ്യങ്ങളും അപ്പുറത്തെന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഇത്രയും നാൾ ഉക്രൈനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് റഷ്യക്കെതിരെ. വളരെ ശക്തമായ തിരിച്ചടികളാണ് പലപ്പോഴും റഷ്യ നേരിടുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും റഷ്യയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ളത് വലിയ ഒരു സ്വപ്നമാണ്. അവിടെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സംഘർഷങ്ങൾ പോലും പലപ്പോഴും വലിയ സംഘർഷങ്ങളായി പരിണമിക്കുന്നതിന് പിന്നിൽ പാശ്ചാത്യ ശക്തികളുടെ സ്വാധീനം വളരെ വ്യക്തമായി ഉണ്ട് എന്നവർ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആണവായുധങ്ങൾ തങ്ങൾ ഉപയോഗിച്ചേക്കാം, ഞങ്ങൾ വേണ്ടി വന്നാൽ ഉപയോഗിക്കും എന്ന് റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയുടെയും ചൈനയുടെയും സമ്മർദ്ദമാണ് പലപ്പോഴും റഷ്യയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് നിർത്തിയതെന്ന് പാശ്ചാത്യ ശക്തികൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പരോക്ഷമായി സമ്മതിക്കുന്നുമുണ്ട്. അവിടെയാണ് ഇന്ത്യയുടെ പ്രസക്തി എന്ന് പറയുന്നത്. മാത്രമല്ല, നേരത്തെ സെലൻസ്കിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു വാക്ക് നൽകിയിരുന്നു, ഈ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന്. ആ സമയത്ത് 2 ചോദ്യങ്ങൾ പ്രധാനമായി ഉയർന്നു. ഒന്ന്, യുദ്ധം അവസാനിപ്പിക്കുവാൻ തങ്ങൾ ശ്രമിക്കുമെന്ന് പറയുമ്പോഴും ഇന്ത്യ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പിന്തുണ നൽകിയത് റഷ്യക്ക് തന്നെയാണ്. ഇന്ത്യ റഷ്യ ബന്ധം ഏറെ മെച്ചപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ യുദ്ധസമയത്ത് പോലും നമ്മൾ കണ്ടത്. എല്ലാ രാജ്യങ്ങളും, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ ഉപരോധം റഷ്യക്ക് മുകളിൽ ഏർപ്പെടുത്തിയപ്പോൾ ആ ഉപരോധത്തെയൊക്കെ മറികടന്നുകൊണ്ട് അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ പരമാവധി എണ്ണ വാങ്ങുവാൻ നമ്മൾ ശ്രമിച്ചു. 67-69 ബില്യണോളം എമൗണ്ടിന്റെ ഒരു വാണിജ്യമാണ് ഇന്ത്യ നടന്നത്. ഒരു തരത്തിൽ റഷ്യയെ സഹായിക്കാനും അതോടൊപ്പം നമുക്ക് നേട്ടം ഉണ്ടാക്കാനും തീർച്ചയായിട്ടും. കാരണം ഇന്ത്യക്ക് അതൊരു സബ്സിഡി പ്രൈസ് ആണ്, നമുക്കൊരു ലാഭമുള്ള വിലയ്ക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ജയശങ്കറിനോട് പല സമയം ഈ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം കൃത്യമായി മറുപടി പറഞ്ഞു, യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ ഇത് വാങ്ങാം, പിന്നെ ഞങ്ങൾക്ക് എന്താ വാങ്ങിക്കൂടെ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം
ഒന്ന്, ഈ ലോകത്ത് ഇന്ന് ഈ ഉക്രൈൻ പ്രശ്നം പരിഹരിക്കുന്നതിന് മധ്യസ്ഥത വഹിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഇന്ത്യയാണ് എന്നുള്ളതാണ്. ചൈന അത്രത്തോളം സ്വീകാര്യമല്ല എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റഷ്യക്ക് ഏതെങ്കിലും തരത്തിലുള്ള പതനം ഉണ്ടാവുക എന്ന് പറയുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം അതൊരു പല അർത്ഥത്തിൽ അവർക്കത് ഗുണമാണ് ഉണ്ടാവും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇന്ത്യ കുറെ കൂടി വിശ്വാസ്യത പുലർത്തുന്ന ഒരു സുഹൃത്തായിട്ട് പലപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ റഷ്യ രണ്ടുപേരെയും പല അർത്ഥത്തിലും സഹായിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ റഷ്യക്ക് കുറെ കൂടി ഒരു വിശ്വാസ്യത ഇന്ത്യയുടെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. അതൊരു പക്ഷെ സ്വീകരിക്കുന്ന കാര്യം നോക്കിയാൽ മതി. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനായി എത്തിയത് അവിടുത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ പദവിയിലുള്ള ആദ്യ ഉപപ്രധാനമന്ത്രിയാണ്. അതിലൊരു വിവാദം പോലും വന്നായിരുന്നു, ചൈനയ്ക്ക് പോലും ഇത്രയധികം. അതെ അതെ, ചൈനയുടെ ഷീ ജിൻപിങ്ങിനെ സ്വീകരിക്കാൻ വന്നത് അതിൽ താഴെ പദവിയുള്ള വ്യക്തിയാണ്. അപ്പൊ ഇതൊക്കെ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ ഒരു ചിഹ്നങ്ങളാണ്, ആര് സ്വീകരിക്കുന്ന ഒരു നേതാവ് എത്തുമ്പോൾ. ഇപ്പോ പുടിനും ഇദ്ദേഹവും തമ്മിലുള്ള സന്ദർശനം അല്ലെങ്കിൽ ഈ മീറ്റിങ്ങുകൾ ഒക്കെ നടക്കുന്ന നമ്മൾ ലൈവ് ഇപ്പോൾ വരുന്നുണ്ട്. അതിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് വളരെ ഹൃദയപൂർവമായിട്ടുള്ള ഒരു ബന്ധമായി അത് പരിണമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതേസമയം മറ്റൊരു വശം കൂടിയുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്ന അതേ സമയം റഷ്യ ഉക്രൈനിലേക്കുള്ള ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഇന്നൊരു പക്ഷേ നമ്മൾ പരിശോധിച്ചാൽ റഷ്യയിലെ കുട്ടികളുടെ ആശുപത്രി, അവിടെ റഷ്യയിലെ അല്ല ഉക്രൈനിലെ കുട്ടികളുടെ ആശുപത്രിയിൽ റഷ്യ ബോംബിടുകയും മിസൈൽ ആക്രമണം നടത്തുകയും അത് അവിടെ ഏതാണ്ട് 37-ലധികം ആൾക്കാർ മരിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അത് ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ റഷ്യയെ അപലപിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇക്കാര്യത്തിൽ ഇന്ത്യ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത്. കാരണം ഇന്ത്യ യുദ്ധത്തെ അതിനിശ്ചിതമായി വിമർശിക്കുന്നു, എങ്ങനെയും ഈ യുദ്ധം അവസാനിപ്പിക്കണം. അതേസമയം റഷ്യയ്ക്ക് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പരോക്ഷമായി ഇന്ത്യ പല അർത്ഥത്തിലും സഹായം ചെയ്യുന്നു എന്ന് നമ്മൾ വിമർശനാത്മകമായി പരിശോധിച്ചാൽ മനസ്സിലാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ എടുക്കുന്ന നിലപാട് എത്രത്തോളം സിൻസിയർ ആണ് എന്നുള്ളത്, എത്രത്തോളം സത്യസന്ധമാണ് എന്നുള്ളത് മറ്റുള്ള രാജ്യങ്ങൾ നോക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മുടെ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ഏതാണ്ട് 2 ആഴ്ച മുമ്പ് അമേരിക്കയിൽ നിന്നൊരു സംഘം ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ആ സംഘം പ്രധാനമായും അന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഏറ്റവും മുന്നിലേക്ക് വെച്ച ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് മധ്യസ്ഥം വഹിക്കുക, ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണെന്നാണ് വാർത്തകൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അവസരമാണ്. ഒരുപക്ഷെ അന്തർദേശീയ രംഗത്തൊരു ലീഡറായി മാറാൻ ഉള്ള ഒരു അവസരമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. മറ്റൊന്ന്, ഇന്ത്യക്കും ഇതിനകത്ത് ചില താല്പര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ താല്പര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ക്രൂഡ് ഓയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലാഭമുണ്ടാക്കി, ആ വാണിജ്യം വളരെ മെച്ചപ്പെട്ടു. പക്ഷെ അതേസമയം തന്നെ ഇന്ത്യയിലുള്ള കയറ്റുമതി വർദ്ധിച്ചിട്ടില്ല. അപ്പം ഇന്ത്യക്ക് നേട്ടം ഉണ്ടാകണമെങ്കിൽ കയറ്റുമതി കൂടി വർദ്ധിക്കണം. അപ്പൊ അതിനുള്ള പരിശ്രമങ്ങൾ ഇന്ത്യ ചെയ്യും. സാധാരണഗതിയിൽ ഇന്ത്യ റഷ്യ ബന്ധം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഈ കരാറുകൾ, സൈനിക കരാറുകളെ കുറിച്ചാണ്. എന്നാൽ ഇത്തവണ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം റഷ്യ തന്നെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ധാരാളം വലിയൊരു വെല്ലുവിളിയാണ് റഷ്യ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ നാവിക ശക്തിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ. എന്നാൽ ആ റഷ്യയുടെ നാവിക ശക്തി വളരെയധികം എന്താ പറയുന്നത്, ഈ യുദ്ധത്തിലൂടെ ചോർന്നു പോയിട്ടുണ്ട്, ദുർബലപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 57-ലധികം അവരുടെ നേവൽ ഷിപ്പുകളാണ് തകർക്കപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് അതൊരു ചെറിയ നഷ്ടമല്ല റഷ്യയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഇരു കൂട്ടരുടെയും ആവശ്യമാണ്. കൂടുതൽ ബ്ലഡ് ഷെഡ് നടത്തുവാൻ അല്ലെങ്കിൽ രക്തരൂക്ഷിതമാക്കുവാൻ റഷ്യ ആഗ്രഹിക്കുന്നില്ല. അതേസമയം ഈ യുദ്ധം ഈ റഷ്യയുടെ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുവാൻ ഉക്രൈനും ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഉക്രൈന്റെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കുവാൻ റഷ്യയും തയ്യാറാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ഇതിന് ഒരു മധ്യസ്ഥതയിലൂടെ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട്, അതിൽ ഒരുപക്ഷെ ഏറ്റവും വിശ്വസ്തനായി നിൽക്കുന്ന ഇന്ത്യക്കാണ് കഴിയുക എന്നുള്ളത് കൊണ്ട് തന്നെ ലോക നേതാക്കന്മാരെല്ലാം ഇതിനെ ഉറ്റുനോക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഈ സന്ദർശനം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർശനമാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ അത് വളരെ വലിയ ചൂടേറിയ സംവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഏറ്റവും രസകരമായ കാര്യം, നരേന്ദ്രമോദി റഷ്യയിലേക്ക് പോയപ്പോൾ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പോയത് മണിപ്പൂരിലേക്കാണ്. അതെ. അപ്പൊ അതും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെയധികം ചർച്ചകൾ ഉണ്ടാക്കുന്നു. കാരണം നരേന്ദ്രമോദി റഷ്യയിലേക്ക് ടൂർ നടത്തുമ്പോൾ രാഹുൽ ഗാന്ധി ഇതാ മണിപ്പൂരിലെ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് പോയി അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു, കാണുന്നു.
പ്രത്യേകിച്ച് നരേന്ദ്രമോദി ആ പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെല്ലുകയോ അല്ലെങ്കിൽ അവിടെയുള്ള മണിപ്പൂരി ജനതയുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുവാൻ അവിടെ എത്തിയിട്ടില്ല മണിപ്പൂരിൽ എന്നുള്ളതും, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി മൂന്നോളം തവണ അവിടെ ഇതിനോടകം സന്ദർശനം നടത്തി. ആദ്യം ഒരു സന്ദർശനം നടത്തിയ സമയത്ത് അദ്ദേഹത്തെ അവിടെ സെക്യൂരിറ്റികൾ തടയുകയായിരുന്നു, സുരക്ഷാ ഏജൻസികൾ തടഞ്ഞു. വലിയ വിവാദങ്ങളുണ്ടായി, വലിയ പ്രശ്നങ്ങളുണ്ടായി. അവിടെ നിന്നെത്തിയ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ വലിയ രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് നരേന്ദ്രമോദി വിമർശിച്ചത്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഫലം മണിപ്പൂരിൽ അവർക്ക് ലഭിക്കുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ലോക്സഭാ സീറ്റുകൾ പൂർണ്ണമായി ഏതാണ്ട് കോൺഗ്രസിന് ലഭിക്കുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രത്യേകിച്ച് ഇപ്പോഴുള്ള അദ്ദേഹത്തിന്റെ റഷ്യ സന്ദർശനം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു തീരുമാനവുമായി പുറത്തു വരേണ്ടുന്ന ഒരവസ്ഥ നരേന്ദ്രമോദിക്കും ഉണ്ട്. അതുകൊണ്ട് ലോകം കാത്തിരിക്കുകയാണ് 3-5 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ സന്ദർശനത്തിന്റെ ഫലം എന്താവും, ഇവര് തമ്മിൽ ഒരുമിച്ചുള്ള ഒരു പ്രസ് മീറ്റ് ഉണ്ടാകുമോ, ഒരു പത്രസമ്മേളനം ഉണ്ടാകുമോ എന്ന് പോലും പലരും കാത്തിരിക്കുന്നു. കാരണം അതിനുള്ള സാഹചര്യം വളരെ കുറവാണ്. പക്ഷെ നടത്താം. കുറവാണെന്ന് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ തന്നെ റഷ്യ വളരെ ശക്തമായി ഉക്രൈനിൽ ആക്രമണം നടത്തുമ്പോൾ, ഈ ആശുപത്രി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ചോദ്യങ്ങൾ വരും. അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരിക്കലും ഒരു യുദ്ധത്തെ ന്യായീകരിക്കുവാനോ അംഗീകരിക്കുവാനോ കഴിയില്ല. പക്ഷെ പ്രധാനമന്ത്രിയിൽ നിന്ന് വരുന്ന എന്ത് വാക്കും അവിടെ ന്യായീകരിക്കപ്പെടുന്നത് റഷ്യക്കെതിരെയുള്ള നിലപാടായിട്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് മാത്രമേ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ നരേന്ദ്രമോദിക്ക് കഴിയൂ. പക്ഷെ ആൾറെഡി ചില നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സന്ദർശനം വഴി. നമുക്കറിയാം, റഷ്യയിൽ ഉക്രൈൻ വാറിന്റെ സമയത്ത് ഇന്ത്യയിൽ വലിയൊരു വിവാദം നടന്നിരുന്നു. ഇന്ത്യയിൽ നിന്ന് ചില ആളുകളെ അവിടെ ഏജന്റുമാർ വഴി റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരവിടെ സൈന്യത്തിൽ അകപ്പെട്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ എത്തി സൈന്യത്തിൽ ചേരേണ്ടി വന്നതായിട്ടും അല്ലെങ്കിൽ അവിടെ ഉക്രൈനിൽ യുദ്ധം ചെയ്യേണ്ടതായി വന്നതായിട്ടും ഉള്ള വാർത്തകളുണ്ട്. അതിൽ 2 പേര് മരിക്കുകയും ചെയ്തു. അപ്പൊ അതോടുകൂടിയാണ് ഇത് വാർത്തയാകുന്നത്. ഏതാണ്ട് 20,000-ഓളം ഇന്ത്യയുടെ ആൾക്കാരെ ഇത്തരത്തിൽ റിക്രൂട്ട് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അത് പ്രധാനമായും അവിടുത്തെ സൈന്യത്തെ സഹായിക്കുന്ന പല വിഭാഗങ്ങളുണ്ട്. അപ്പൊ അവരുമായിട്ടൊക്കെ ചേർന്ന ആളുകളാണ് പലപ്പോഴും അത് ഔദ്യോഗികമായിട്ടല്ല, അല്ലാതെ തന്നെ ഇവരെ പല കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ഒടുവിൽ കെണിയിൽപ്പെടുത്തിയതാണെന്ന് പറയപ്പെടുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവർ സൈന്യത്തിന്റെ ഭാഗമായി റിക്രൂട്ട് ചെയ്യപ്പെട്ടു, അവർ അവിടെ ഉണ്ട്. അത് ഒരു വലിയ പ്രശ്നമായി ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ നിന്ന് ആളുകളെ റഷ്യൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ വലിയ തോതിൽ കൊള്ളിളക്കമുണ്ടാക്കി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ഇത്തവണ പുടിനുമായി ഇന്നലെ ഉണ്ടായ അത്താഴ വിരുന്നിൽ ആദ്യമായി ഉണ്ടാക്കിയ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ പട്ടാളക്കാരെ എത്രയും പെട്ടെന്ന് എത്തിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണം എന്നുള്ളതാണ്. അപ്പൊ അക്കാര്യത്തിൽ ഏതാണ്ട് അവർ തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു സന്തോഷകരമായ ഔട്ട്കമാണ്. ഇനി കാത്തിരിക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള മേഖലയിലുള്ള മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് സന്തോഷകരമായ ഒരു വാർത്ത ഇന്നലെ തന്നെ പുറത്തു വന്നു കഴിഞ്ഞു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ആഗോളതലത്തിൽ മോദിക്ക് എത്രത്തോളം സ്വാധീനമുണ്ട് എന്നുള്ള ഒരു ബലപരീക്ഷണം കൂടിയാണ് ഇനി നടക്കാനിരിക്കുന്നത്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടയിലാണ് ഒരു വലിയ ദുരന്തം അവിടെ സംഭവിച്ചത്. ഉക്രൈനിൽ വലിയ തോതിലുള്ള ഒരു ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി വന്നിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ ഒരു ചിത്രം കൂടി പങ്കുവെച്ചിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ നേതാവും ഒപ്പം കൊടും കുറ്റവാളിയും തമ്മിൽ കൈകോർത്തിരിക്കുന്നു, അവർ ആലിംഗനം ചെയ്തിരിക്കുന്നു എന്നൊരു കാര്യമാണ്. ഇത് സാധാരണഗതിയിൽ ഉക്രൈൻ അടക്കം ഇന്ത്യയോട് ഇതിൽ ഒരു സമാധാനം കണ്ടെത്താൻ പറയുന്നു. റഷ്യയും ഇന്ത്യ പറഞ്ഞാലാണ് അനുസരിക്കുന്ന എന്ന രീതിയിലുള്ള ഒരു രീതിയാണ് പൊതുവെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് വലിയൊരു വെല്ലുവിളി തന്നെയല്ലേ? അത് മാത്രമല്ല, ഇന്ത്യക്ക് ഒരു നെഗറ്റീവ് ഷെയ്ഡ് കൂടി ഇതിലൂടെ വന്നു ചേരാനുള്ള ഒരു സാധ്യതയില്ല. അല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുക അത്ര എളുപ്പമൊന്നുമല്ല. ഇവിടെ സൂചിപ്പിച്ചത് ശരിയാണ്. ഇപ്പൊ ഈ റഷ്യക്ക് കിട്ടുന്ന ഏതൊരു പിന്തുണയും സ്വാഭാവികമായും സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളവും ഉക്രൈനെ സംബന്ധിച്ചിടത്തോളവും തിരിച്ചടി തന്നെയാണ്. ഇത്രയും വലിയ സംഭവവികാസങ്ങൾ ഇപ്പൊ ഒരുപക്ഷെ യുദ്ധത്തിന് ശേഷം ആദ്യമായിട്ടാണ് നരേന്ദ്രമോദി അങ്ങോട്ടേക്ക് സന്ദർശനം നടത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സന്ദർശനം, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനവും അദ്ദേഹത്തിന് അവിടെ കിട്ടുന്ന സ്വീകാര്യതയും ഒക്കെ സെലൻസ്കിയെ ഏതാണ്ട് അലോസരപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, വളരെ നിരാശയുണ്ട് എന്നുള്ള പ്രസ്താവനയാണ് ആദ്യം വന്നത്. പിന്നീട് അദ്ദേഹം പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ തലവനും അതെ ഒരു കൊടും കുറ്റവാളിയും രക്തരൂക്ഷിതമായ യുദ്ധം നടത്തുന്ന ഒരു കുറ്റവാളിയും തമ്മിലാണ് ഈ ഒത്തുചേരൽ എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് എത്രത്തോളം മാത്രമല്ല അവരത് വളരെ നിശിതമായ ഭാഷയിൽ വിമർശിക്കുന്നു എന്നാണ്. അത് സ്വാഭാവികമാണ്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് എത്രയും പെട്ടെന്ന് ശ്രമങ്ങൾ നടത്തി ഒരു റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് ഇന്ത്യക്ക് കഴിയുമെന്ന് ലോകരാജ്യങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു.
പക്ഷെ എത്രത്തോളം ഇന്ത്യക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്. കാരണം അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു റിയാലിറ്റി അല്ല, ഒരു യാഥാർത്ഥ്യമല്ല ഉക്രൈനിൽ നിലകൊള്ളുന്നത് എന്നുള്ളതാണ്. അപ്പൊ അവിടെ നിന്നുള്ള പല ഗ്രൗണ്ട് റിപ്പോർട്ടുകളും നമുക്ക് പല വഴിക്ക് കിട്ടാറുണ്ട്. ആ അതൊക്കെ നമുക്ക് അതൊക്കെ നൽകുന്ന സൂചനകൾ എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഉക്രൈനിലെ പല ഭാഗങ്ങളിലും അവിടെ സിവിലിയൻ ക്രൈസിസുകൾ ഉണ്ടാകുന്നു. അവിടെയുള്ള ജനങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന തരത്തിൽ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിനുശേഷം അത് യുദ്ധമായി മാറുന്നു, പ്രശ്നങ്ങളായി മാറുന്നു, അവിടെ പട്ടാളത്തിന് ഇടപെടേണ്ടി വരുന്നു. അത് പിന്നീട് വലിയ തരത്തിലുള്ള സിവിലിയൻ കാഷ്വാലിറ്റിക്ക് അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ മരിക്കുന്നതിന് കാരണമാകുന്ന തരത്തിലുള്ള ബോംബിങ്ങിലേക്ക് ഒക്കെ കലാശിക്കുന്നു. അപ്പൊ ഇത് ഒക്കെ മറ്റ് ശക്തികളുടെ ഇടപെടലുകൾ കൊണ്ടുകൂടിയാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കണ്ണും കെട്ടി നോക്കിയിരിക്കുവാൻ റഷ്യയെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന വലിയ ആക്രമണം മാത്രമല്ല, മറിച്ച് ഉക്രൈനിലും അതുപോലെ തന്നെ റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള പല ഭാഗങ്ങളിലും ഒക്കെ ഇങ്ങനെയുള്ള ഡൊമസ്റ്റിക് ആയിട്ട് പ്രാദേശികമായി ഉണ്ടാക്കപ്പെടുന്ന ഈ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ വലിയ പലതരത്തിലുള്ള വിദേശ ശക്തികളുടെയും സഹായമുണ്ട് എന്നുള്ളതാണ്. അതൊന്നും നമുക്കിപ്പം വ്യക്തമായ രേഖകൾ ഹാജരാക്കാൻ കഴിയും. പക്ഷെ എങ്കിലും അങ്ങനെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ചുരുങ്ങിയ പക്ഷേ റഷ്യയെങ്കിലും അങ്ങനെ തുറന്നു പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ യുദ്ധം അത്ര പെട്ടെന്ന് റഷ്യക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റഷ്യ പറഞ്ഞത്, റഷ്യക്ക് മുൻകൂട്ടി പറയേണ്ടി വന്നു ഒരുപക്ഷെ ആണവായുധം പോലും ഉപയോഗിക്കാൻ മടിക്കില്ല എന്ന്. കാരണം അത്ര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അത്യന്താധുനികമായ വെപ്പൺസ്, ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് റഷ്യയെ ചെറുക്കുന്നത്. അത് റഷ്യക്ക് വലിയ നഷ്ടം ഉണ്ടാക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തെ ഏറ്റവും വലിയ നേവൽ ശക്തിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായ റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം യുദ്ധത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ എന്ത് നടപടി എടുക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അന്തർദേശീയ സമ്മർദ്ദങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കാരണം മറ്റൊരു വഴിക്കും റഷ്യ ഇത് അവസാനിപ്പിക്കാൻ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിയാവുന്ന സുഹൃത്തുക്കളൊക്കെ റഷ്യക്ക് മുകളിൽ സമ്മർദ്ദം ചെലുത്തി പ്രശ്നത്തെ കുറച്ചു കൊണ്ടുവരുവാനായിരിക്കും ശ്രമിക്കുന്നത്. അതിൽ ഇന്ത്യയുടെ പങ്ക് വളരെ നിർണായകമാണ്. അത് തന്നെയാണ് നരേന്ദ്രമോദി ഉന്നം വെക്കുന്നത്. കൃത്യമായും കഴിഞ്ഞ US പ്രതിനിധികളോടെ വന്നപ്പോൾ തീർച്ചയായിട്ടും ചില സന്ദേശങ്ങൾ നരേന്ദ്രമോദിക്ക് കൈമാറിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതിന്റെ ഒക്കെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ സന്ദർശനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ രണ്ട് മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഒന്ന്, അദ്ദേഹത്തിന് ഒരു വലിയ 2019 തന്നെ പ്രഖ്യാപിച്ചതാണെങ്കിലും അവിടുത്തെ ഏറ്റവും വലിയ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂസ് കൊടുത്താണ് ഇപ്പം പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നത്. പുടിൻ നേരിട്ട് വരുന്നു. അവർ തമ്മിൽ ഇലക്ട്രിക് വാഹനത്തിൽ അദ്ദേഹത്തിന്റെ വസതി ഒന്നാകെ ചുറ്റിയടിക്കുന്നു. വളരെ സന്തോഷകരമായിട്ടുള്ള ഏറ്റവും അടുത്തൊരു സുഹൃത്തായി തന്നെ കണ്ടുകൊണ്ടാണ് റഷ്യൻ സന്ദർശനം മുന്നോട്ട് പോകുന്നത്. അതേസമയം തന്നെ ഇന്ത്യക്ക് മുമ്പിൽ വലിയൊരു ദൗത്യമുണ്ട് എന്നുള്ളതാണ്. ആ ദൗത്യത്തെ എത്ര ഭംഗിയായി നരേന്ദ്രമോദിക്ക് നിർവഹിക്കാൻ കഴിയുന്നു എന്നുള്ളത് നിർണായകമാണ്. പ്രത്യേകിച്ച് വരും നാളുകളിൽ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ പലതരത്തിലുള്ള അസ്ഥിരതകൾ തലമുക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ജമ്മു കാശ്മീർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ജമ്മു ഭാഗങ്ങൾ ശാന്തമാണെങ്കിലും കാശ്മീർ വാലി താഴ്വര ശാന്തമാണെങ്കിലും ജമ്മുവിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് നരേന്ദ്രമോദിക്ക് വലിയ ത്രെട്ടുകൾ ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. ഭീഷണികൾ ഉണ്ടായി വരുന്നു. പ്രാദേശിക രാഷ്ട്രീയത്തിലും ഭീഷണി ഉണ്ടായി വരുന്നു. അതുപോലെ തന്നെ അന്തർദേശീയ രംഗത്ത് ഒരു ഗ്ലോബൽ ലീഡർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രതിഭ കുറെ കൂടി ശക്തമായി വ്യക്തമാക്കേണ്ടത് ഒരു സാഹചര്യം കൂടിയാണ്. ഇതിൽ ഏതാണ് നരേന്ദ്രമോദി വിജയിക്കുക എന്നുള്ളത് ഈ സന്ദർശനത്തിന് ശേഷം നമുക്ക് കാണേണ്ടി വരും. ഒടുവിലായി ഞാൻ ചോദിക്കുകയാണ്, ആഗോള നേതാവ് എന്ന പദവിയിലേക്ക് മോദിക്ക് കൂടുതൽ വലിയൊരു കയറ്റത്തിലേക്ക് കയറാൻ സാധിക്കുന്ന ഒരു നേട്ടമായി ഈ യുദ്ധം അവസാനിപ്പിക്കാൻ, ഒരു മധ്യസ്ഥ ചർച്ച വഹിക്കാൻ, അതിനൊരു നിർണായക ശക്തിയായി ഇന്ത്യക്ക് മാറാൻ കഴിഞ്ഞാൽ എന്തായിരിക്കും പിന്നെ മോദിയുടെ അവസ്ഥ? അല്ല, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മോദിക്ക് അതിന് കഴിയുമോ എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, മുൻപൊക്കെ മോദി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ മോദിക്ക് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ മോദി പോയി ഈ പ്രശ്നം പരിഹരിച്ചിട്ട് വന്നാലും പ്രാദേശിക രംഗത്ത് വളരെ വലിയ വിമർശനങ്ങൾ അത് അന്തർദേശീയ രംഗത്തേക്ക് പ്രതിഫലിക്കപ്പെടുകയും ചെയ്യുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് മണിപ്പൂർ വിഷയം എടുക്കാം. മണിപ്പൂർ വിഷയത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അവിടെ രാഹുൽ ഗാന്ധിയുടെയും നിലപാടുകൾ നമ്മൾ വെച്ച് ഒത്തുനോക്കിയാൽ അതിൽ സ്കോർ ചെയ്യുന്നത് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അതിൽ നേട്ടം ഉണ്ടാക്കുന്നത് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒക്കെ തന്നെയാണ്. കാരണം ഇത് ഒരു അന്തർദേശീയ പ്രശ്നമായി വരെ അവതരിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അന്തർദേശീയ ശ്രദ്ധ കൊണ്ടുവരുന്നതിന് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ദക്ഷിണേഷ്യയിലെ ഈ കണക്കെടുത്ത് നോക്കിയാൽ കഴിഞ്ഞ
കുറച്ച് നാളുകളായിട്ടുള്ള കണക്കെടുത്ത് പരിശോധിച്ചാൽ അവിടെ നിന്ന് ഈ നമ്മൾ ഇവരെ ഫോഴ്സ് ഡേറ്റ് അല്ലെങ്കിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ എടുത്തു നോക്കിയാൽ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടത് ഏതാണ്ട് 69,000 പേരാണ്. അതിൽ നിന്ന് ഏതാണ്ട് 67,000 പേര് മണിപ്പൂരിൽ നിന്നുള്ളവരാണ്. അതായത് ഇന്റർനാഷണൽ സെന്റർ ഫോർ ഡിസ്പ്ലേസ്മെന്റ് സെന്ററിന്റെ കണക്കനുസരിച്ച് ഏതാണ്ട് 97% ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ കുടിയൊഴിപ്പിക്കൽ നടന്നിട്ടുള്ള മണിപ്പൂരിലാണ്. ഈ മൊത്തമുള്ള ഡാറ്റ എടുത്ത് നോക്കിയാൽ അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഘടകമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടുകളൊക്കെ കാണിക്കുന്നത് ഇന്ത്യയിൽ ഈ പ്രശ്നം വളരെ ശക്തമായി നിലനിൽക്കുന്നു. അമേരിക്കയുടെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിന്റെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതൊക്കെ ഇന്ത്യക്കെതിരാണ്. ഇന്ത്യയുടെ മണിപ്പൂർ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടുകൾക്കെതിരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നത്തെ കൂടി അതിജീവിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. അതിൽ എത്രത്തോളം നരേന്ദ്രമോദി വിജയിക്കുന്നു, ഒരുപക്ഷെ രാഹുൽ ഗാന്ധി മണിപ്പൂരിലേക്ക് പോയപ്പോൾ നരേന്ദ്രമോദി റഷ്യയിലേക്ക് പോയി എന്ന തരത്തിലുള്ള സംവാദങ്ങൾ പോലും നമ്മുടെ ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് കഴിയും. അപ്പൊ അത് ഒരു മേൽക്കൈ എപ്പോഴും കിട്ടുക പ്രാദേശിക പ്രശ്നത്തിനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ യാത്രയേക്കാൾ പ്രാധാന്യം ലഭിക്കുക കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ രാഹുൽ ഗാന്ധിയുടെ മണിപ്പൂർ സന്ദർശനമായിരിക്കും. അന്തർദേശീയ രംഗത്ത് അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഈ റഷ്യ സന്ദർശനത്തിൽ ഒരു നേട്ടം ഉണ്ടാക്കേണ്ടത് സെലൻസ്കിയേക്കാൾ പുടിനേക്കാൾ ആവശ്യം ഇപ്പോൾ നരേന്ദ്രമോദിക്കാണ്. അതുകൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളാവും അദ്ദേഹം കൊയ്തു കൊണ്ടുവരിക എന്നുള്ളത് എല്ലാവരും കാത്തിരിക്കുകയാണ്. എന്തായാലും തുടക്കത്തിൽ തന്നെ ഒരു നേട്ടം ഇന്ത്യക്കുണ്ട്. അവിടെ റഷ്യൻ പട്ടാളത്തിന്റെ ഭാഗമായിരുന്ന ഏതാണ്ട് 20,000-ഓളം നമ്മുടെ അനധികൃതമായി റിക്രൂട്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അവിടെ എത്തിക്കപ്പെട്ട 20,000-ഓളം അവിടെ നമ്മുടെ ഇന്ത്യക്കാരെ പൗരന്മാരെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള അനുമതി റഷ്യ നൽകിയിട്ടുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യ നടത്തുമെന്നുള്ള ശുഭകരമായ വാർത്തയാണ് വരുന്നത്. എന്തായാലും ബാക്കിയുള്ള വിഷയങ്ങളിൽ എന്തായിരിക്കും സംഭവിക്കുക, വാണിജ്യപരമായ കാര്യങ്ങളിൽ എത്രത്തോളം മെച്ചം ഉണ്ടാകും, അതുപോലെ തന്നെ ഉക്രൈന്റെ കാര്യത്തിൽ ഇന്ത്യ ഇനി എന്താണ് പറയാൻ പോകുന്നത്, ഉക്രൈന്റെ കാര്യത്തിൽ റഷ്യ ഈ സന്ദർശനത്തിന് ശേഷം എങ്ങനെ മാറുന്നു, ഇതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ മാത്രമേ ദൃശ്യമാകൂ എന്നുള്ളതാണ് വാസ്തവം. തീർച്ചയായും ഇന്ത്യ ഒരു ആഗോള ശക്തിയായി വളരുമോ, ഇനിയുള്ള സാഹചര്യത്തിൽ വലിയ മേൽക്കൈ നേടുമോ എന്നുള്ള ഒരു തീരുമാനം കൂടി ഇതിനു ശേഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ആഗോള നേതാവായി മോദിയുടെ വളർച്ചയും വലിയ തോതിലുള്ള ഒരു വളർച്ചയും അതും ഏവരും ഉറ്റുനോക്കുന്നതാണ്. നന്ദി, നമസ്കാരം.